എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ല. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളായിട്ടുള്ള 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗോതമ്പ് പൊടിയും മുട്ടയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ പറയില്ല, അതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ചേരുവ. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ നെയ്യിലൊക്കെ ഒന്ന് വറുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്യാം. ഞാൻ എന്തായാലും സിമ്പിളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി മധുരത്തിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ചെറിയൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായുടെ പൊടി ചേർക്കാം. പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഒരു കുഴഞ്ഞ രീതിയിലാണ് വേണ്ടത് ഈ ഒരു ബാറ്റർ. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ഞാൻ ഗ്യാസിൽ വയ്ക്കുന്നത്. അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ ഒരു മീഡിയത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ പുറത്തൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്